കിറ്റി എന്നെ ഫോണിൽ വിളിക്കുന്നു. ഹലോ കിറ്റി, ഇർഷാദ്. അതെന്താ ഹണി നീ അങ്ങനെ പറഞ്ഞത്? കാരണം നീ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് കവിത കേൾക്കുന്ന പോലെ തോന്നുന്നത്. പിന്നെ നീ സംസാരിക്കുമ്പോണ്ടല്ലോ എനിക്ക് പാട്ട് പാടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. താങ്ക് യു ഹണി. ഇതുപോലുള്ള മോട്ടിവേഷൻ ആണ് എനിക്ക് വേണ്ടത്. കാരണം നാളെ എനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ധൈര്യം കിട്ടും. അത് ശരി, നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലോട്ട് വരാം. എന്റെ പൊന്നെ, ഈ ഖന്ന സാർ ഉണ്ടല്ലോ, അങ്ങേരെ എവിടെ എന്ത് വെക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ വന്നു. അയ്യോ, ഹലോ കിറ്റി, ഞങ്ങൾ നിനക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടി വന്നിരിക്കുന്നേ. ഹലോ ഫ്രണ്ട്സ്. എന്താ പറഞ്ഞേ? തോന്നുന്നേ അവൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാ. അഥവാ അറിഞ്ഞ നാളത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ധൈര്യം അവൾക്ക് ഇല്ലാണ്ടാകും. ഇതിനെ കുറിച്ച് കിറ്റിയോട് നമ്മൾ പറയാനേ പാടില്ല. അല്ല, എന്ത് പറയാൻ പാടില്ലെന്നാ നിങ്ങൾ പറയുന്നത്? പറ. അതായത് നിന്റെ പിമ്പിൾ. ടിമ്പിൾ അല്ല, ടിമ്പിൾ ടിമ്പിൾ. ടിമ്പിൾ എന്നൊരു നടിയുണ്ട്, കാണാൻ നല്ല ഭംഗിയാ. എനിക്ക് ഭംഗിയില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. നീ ഡിമ്പിൾ അല്ലെങ്കിലും നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നിന്റെ ഭംഗിയെ തോൽപ്പിക്കാൻ ആരുമില്ല. എന്റെ ഈ പിമ്പിളിന്റെ കാര്യം അറിയാതിരിക്കുന്നവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഹൗ സ്വീറ്റ്. ഇവരൊന്ന് പറ്റിച്ചാലോ? നിങ്ങളോട് നിക്ക്, ഞാൻ പോയി മേക്കപ്പ് ചെയ്തിട്ട് വരാം. അയ്യോ കണ്ണാടി, സോർദാറെ കണ്ണാടി മാറ്റ്, ഞാൻ ഇപ്പൊ തന്നെ എത്താം. ഐഡിയ. സോറി, അറിയാതെ കൈതട്ടി വീണതാ. ഓ, ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ പണി. സോർദാറിനോട് സംസാരിച്ച് ഞാനും ഇപ്പൊ സോർദാറിനെ പോലെയായി. Just joking, guys. എന്തിനാ വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? ഇനി വേണ്ട, ഞാൻ മേക്കപ്പിന് പിന്നെ ചെയ്തോളാം. കുടിക്കാൻ കുറച്ച് വെള്ളം തരാവോ? വെള്ളത്തിന്റെ റിഫ്ലക്ഷനില് കിറ്റി എങ്ങനെ പിമ്പിൾ കണ്ടാലോ? കിറ്റി, നീ കോഫി കുടിക്കേ. ഹണി നന്നായിട്ട് കോഫി ഉണ്ടാക്കും. ഇന്നലെ എനിക്ക് ഉണ്ടാക്കി തന്നു. എനിക്ക് പോലും എന്റെ കൈ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താ? കാരണം ഈ കൈ കൊണ്ടല്ല ഞാൻ ഇന്നലെ കോഫി കുടിച്ചത്. ഞാൻ ഇപ്പൊ കൊണ്ടുവരാ. വേണ്ട, ഈ ട്രേയിൽ തീർച്ചയായിട്ടും മുഖം കാണാൻ പറ്റും. ഓ പോപ്പട്ടെ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തായാലും കോഫി താഴെ പോയത് നന്നായി. അത് കഴിച്ചിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി പോയനെ അല്ലേ? ഈ കോഫി കുടിച്ചാണ് എന്റെ മുത്തശ്ശന്റെ പല്ല് മുഴുവൻ കൊഴിഞ്ഞു പോയത്. അതെങ്ങനെയാ? കോഫിക്കുള്ളിലെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അത് കടിച്ചപ്പോ പല്ലെല്ലാം പൊടിഞ്ഞു പോയി. ശരി ശരി, ഞാൻ പോയിട്ട് ഇപ്പൊ വരാവേ. ഇവിടെ എല്ലാ സ്ഥലത്തുനിന്ന് റിഫ്ലക്ഷൻ വന്നോണ്ടിരിക്കുകയാണ്. കിറ്റിയുടെ മുഖം തീർച്ചയായിട്ടും തറയിൽ കാണാൻ പറ്റും. ഐഡിയ. നിങ്ങൾ ചെയ്തു കൂട്ടുന്നൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്റെ മുഖത്ത് പിമ്പിൾസ് വന്നിട്ടുണ്ടോ എന്നാണ്. എന്തോന്ന്?
ഒന്ന് സൂക്ഷിച്ച് നടക്ക കിറ്റി. ഞങ്ങളിതേ ഇവിടെയുണ്ട്. നീ വന്ന് എന്നെ പിടിക്ക്. ആ ആ ഞാൻ ഔട്ടായി. ഞാനും ഔട്ടായി. തുണി കെട്ടിയത് കൊണ്ട് അവൾക്ക് ഒന്നിനും മനസ്സിലാക്കിയിട്ടില്ല. ഈ സോർദാറിനെ കൊണ്ട് തോറ്റു. ആവശ്യമില്ലാത്ത ഓരോരോ ഐഡിയകൾ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നീ വേണേ നോക്കിക്കോ, അവൾക്ക് കണ്ടെത്താനാവുകയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. നീ ഒന്ന് വാ അടയ്ക്ക്. വാ തുറന്നാലേ പ്രശ്നങ്ങളാ. അല്ല, കിട്ടിയെങ്ങോട്ട് പോയി? പുറത്തേക്ക് പോയി. അതെന്താ നീ നേരത്തെ പറയത്തെ? നീയല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞത്. ഞാൻ നിന്നോട് ആ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. നമുക്ക് കിറ്റിയെ കണ്ടുപിടിക്കണം. എന്റെ അമ്മച്ചി. ഞാൻ രണ്ടുപേരെ പിടിച്ചു. ബാക്കിയുള്ള രണ്ടുപേരെ ഞാൻ വൈകാതെ തന്നെ പിടിക്കും. എങ്ങനെയെങ്കിലും അവളെ തടഞ്ഞേ പറ്റൂ. ഇത്രയും ഞാനോ? ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചാലും അത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ട് മാറും. വാ ഇടയ്ക്ക്. നമുക്ക് പെട്ടെന്ന് കിറ്റിയെ കണ്ടുപിടിച്ചേ പറ്റൂ. ദാ നോക്ക്, കിറ്റിയെ ഉടനെ കണ്ടെത്തണം. വേഗം വാ. ഇതെന്താ എല്ലാ വശത്തും കഥ കൊണ്ടല്ലോ. എന്തായാലും ഒറിജിനൽ ഏതാ? ഇത് പറ്റിയൊരു അവസരമാ. ഹണിയെ അടിക്കാൻ പറ്റില്ല. അവന്റെ റിഫ്ലക്ഷൻ ഇട്ടെങ്കിലും രണ്ടെണ്ണം കൊടുക്കട്ടെ. സോറി ഹണി. ആ ഐഡിയ. ഇങ്ങനെ എല്ലാ ഗ്ലാസുകളും പൊട്ടിക്ക്. അപ്പൊ നമുക്ക് ഒറിജിനൽ വാതിൽ കിട്ടും. ദേ നോക്ക്, അതാണ് ശരിക്കുള്ള വാതിൽ. മതി മതി, ഈ കളി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈ തുണി അഴിക്കാൻ പോവാ. അയ്യോ വേണ്ട കിറ്റി. വേണ്ട കിറ്റി. രക്ഷപ്പെട്ടു. എന്തിനാ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത്? എനിക്ക് ഇങ്ങനെ ഇരുട്ടത്തിരുന്ന വല്ലാണ്ട് പേടിയാവും. അതെ കിറ്റി, നീ കരയാതെ. കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? അതെ, ടാക്സി, പ്ലെയിൻ, പിന്നെ പിമ്പിൾ, ഇതൊക്കെ വരും പോവും. പോപ്പട്ടിനാണെങ്കിൽ കുട്ടിക്കാലം മുതൽക്ക് പിമ്പിൾസ് ഉണ്ട്. ചോന്നിരിക്കുന്ന കണ്ടില്ലേ? എടാ, ഇതെന്റെ ചുണ്ടാണ്. അവന്റെ ഒരു തമാശ. പിമ്പിൾ വന്ന കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ നിങ്ങളെ ചുമ്മാ വട്ടാക്കിയതാ. പക്ഷെ ഈ പിമ്പിള് കാരണം ഇന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ ഫ്രണ്ട്സിന് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. കിറ്റി, പിമ്പിൾ അപ്പൊ നിനക്കൊരു പ്രശ്നമല്ലല്ലോ. അതിന് ഇതൊരു വെറും പിമ്പിള് മാത്രമല്ലേ? നായ്ക്കളും പൂച്ചകളും ശത്രുക്കളായത് നിന്നെ പോലുള്ള പൂച്ചകൾ കാരണം തന്നെയാണ്. ഹണി, എന്റെ റിമോട്ട് കൺട്രോളിന്റെ ഒരു കാർ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? ഞാനിത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ്. ഈ റിമോട്ട് വെച്ചൊന്ന് ഓടിക്കാൻ നോക്കിയിട്ട് ഓടിയത് പോയിട്ട് അനങ്ങിയത് പോലും ഇല്ല. എടാ കഴുത, ടിവിയുടെ റിമോട്ട് കൊണ്ട് കാർ ഓടിക്കാൻ നോക്കി അതെങ്ങനെയാ ഓടുന്നേ? അതെന്താ ഓടാത്തെ? ഈ റിമോട്ട് വെച്ച് കാറിന് ഏറ് കൊടുത്തു കഴിഞ്ഞാലേ ഏറ് കിട്ടിയ കാറ് കുറച്ചു ദൂരെങ്കിലും ഓടിപ്പോവും.
ഉറക്കം വരുന്നില്ല എങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. കാരണം ചില കൊള്ളക്കാർ ട്രെയിനിനെ കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. യാത്രക്കാരെ കൊള്ളയടിച്ചിരിക്കുന്നു. അവർ തട്ടിക്കൊണ്ടുപോയ ട്രെയിൻ ഇതാണ്. എടാ ഇതല്ല, നെക്സ്റ്റ് ഫോട്ടോ ഇട. അയ്യോ എടാ ഇത് ആ ട്രെയിൻ അല്ലേ? ഇതിലാ മേഡം ഇന്ന് ഇങ്ങോട്ട് വരാണ്ടിരുന്നത്. അതെ TTR സാറേ, ദാ ഇതാ ഞങ്ങളുടെ ടിക്കറ്റ്. അയ്യോ അതൊക്കെ ഞാൻ TTR അല്ലടോ. അയ്യോ നിങ്ങൾ ഈ കറുത്ത കൊട്ടിട്ട് വരുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ച TTR ആണെന്ന്. സോറി സാറേ, എന്റെ കൂടെ പഠിച്ച കൊള്ളക്കാരനാ. അടുത്തുള്ള ഗ്രാമത്തിലാ താമസം. റൂം നമ്പർ 168 96 47 45. ഫോൺ നമ്പർ. എടാ പൊട്ടാ, ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതാണ്. എന്റെ പരീക്ഷയിൽ നീ തോറ്റുപോയെങ്കിൽ ആനമുട്ട മാർക്കായി തന്നേനെ ഞാൻ. ദാ അടുത്ത ട്രെയിൻ വരാനുള്ള സമയമായി. വേഗം ട്രാക്ക് മാറ്റ. ബോസ്, എന്റെ കൈകൾ ചലിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശരി, വേറെ ആരെങ്കിലും മാറ്റിക്കോളും. നീ വിശ്രമിച്ചോ. താങ്ക് യു സാർ. സല്യൂട്ട് ഉണ്ട് സാർ. എല്ലാവരും കൈപൊക്കി പിടിക്ക്. വെറുതെ ആധിപത്യം കാണിക്കരുത്. നിനക്ക് കാര്യം മനസ്സിലായില്ല അല്ലേ? നിന്റെ താവളത്തിലെത്താനുള്ള തന്ത്രമായിരുന്നു ഇത്. ജിതേന്ദ്ര, ഇവന് നമ്മളാരാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. അത് ഞങ്ങളെ സംസാരിക്കുമ്പോ മിക്ക് വരുന്നുണ്ടല്ലോ. നീ സംസാരിക്കണ്ട. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സെയിം ടു യു. താങ്ക് യു. നീ ഇപ്പൊ കവികളെക്കാളും നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അയ്യോ സാറേ, നമ്മുടെ വെടിയുണ്ടകളൊക്കെ ഇന്നലെ തന്നെ തീർന്നു പോയതല്ലേ? ഈ തോക്കുവന്മാരെ പേടിപ്പിക്കാൻ മാത്രം. ഈ മണ്ടപ്പാരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. അന്നവരെല്ലാം പിടിച്ചു കേട്ടോ. എടാ മണ്ടന്മാരെ, ഇതെന്റെ വിരലാണ്. നീ വീണ്ടും വന്ന എന്നാ ഇന്ന പിടിച്ചോടാ. ജിതേന്ദ്ര, ഇവർക്കിട്ടൊരു കിക്ക് കൊടുക്കുക. എന്റെ കാല് വയ്യ. നിന്റെ കാലിലോട്ട് വയ്യെന്നാ തോന്നുന്നേ. ഒരു കാര്യം ചെയ്യൂ, നീ വേഗം വീട്ടിലേക്ക് പൊയ്ക്കോ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഈ ട്രെയിൻ ഞാൻ കൊണ്ടുപോയി മാർക്കറ്റിൽ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കും. ഓപ്പോസിറ്റ് വരുന്ന ട്രെയിൻ ഇതേ ട്രാക്കിലൂടെ വരുന്നത്. ഈ വൃത്തികെട്ട ട്രെയിൻ കാരണം എന്റെ ബ്രെയിൻ ആകെ കുഴഞ്ഞിരിക്കുക. നമ്മളിതാ ഇപ്പൊ പോയി ഇടിക്കും. അയ്യോ.
വേഗം പറ, ഞങ്ങളുടെ മേഡം എവിടെ? അവർ ഞങ്ങളുടെ താവളത്തിലാണുള്ളത്. വേഗം ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോ. ഒന്നുകൊണ്ട് പേടിക്കണ്ട മേഡം, ഞങ്ങൾ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ആ. ഇനി രണ്ട് റൺ കൂടി വേണം. ഹണി, ഇവിടെ ക്രിക്കറ്റ് കളിയല്ല നടക്കുന്നത്. പക്ഷേ എന്റെ മൊബൈലിൽ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ടല്ലോ. ദാ നോക്കിയേ. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുന്ന പഴഞ്ചൊല്ല് പോലെയാ. ഇവൻ ഒരിക്കലും നന്നാവില്ല. വാ, നമുക്ക് മാച്ചിൽ ഫോക്കസ് ചെയ്യാം. എന്റെ പേര് വാഷിംഗ് കുമാർ മെഷീൻ. ഞാനാണ് ഡൈനിൻ കുമാർ ടേബിൾ. ഈ മാച്ച് ഞങ്ങൾ തന്നെ ജയിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേര് വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ അച്ഛൻ വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന ആളാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ വളരെ ഇഷ്ടമാണ്. എന്റെ അനിയന്മാരുടെ പേരുകൾ ഫ്ലഷ് കുമാർ ലൈറ്റ്, പിന്നെ വാഷ് കുമാർ ബേസിൻ എന്നാണ്. ഈ കളി സത്യസന്ധമായി കളിക്കണം. കാരണം പോളിസി ഈസ് ദ ബെസ്റ്റ് ഹോണസ്റ്റി. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നാ പറയാറ്. എന്റെ അമ്മോ, നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നേക്കാൾ നല്ലത് കുതിരയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്.